ചായ എങ്ങനെയുണ്ട്? സൂപ്പർ ചായ. ദിവസേന 10 ലക്ഷം. ഇന്ന് ചിലപ്പോ ഈ നിൽക്കുന്ന ആരെങ്കിലും ആവും 10 ലക്ഷം. ആർക്ക് വേണ്ടേ? 10 ലക്ഷം വേണ്ടേ? ആർക്കും വേണ്ടേ? ഇന്ന് ഇവിടുന്ന് ചായ വാങ്ങണ പാക്കറ്റിന്റെ ഉള്ളിൽ നിന്നാവാൻ ചിലപ്പോ 10 ലക്ഷം അടിക്കുക. ഇനി അതല്ല 25,000, 10,000, 5,000, 13,000 ചില്ലാക്കാർക്കാണ് ഡെയിലി. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വലക്കാവ്, തൃശ്ശൂരിലെ വലക്കാവ് ജംഗ്ഷനിലാണ്. ഇവിടെ നമ്മളെ ബോച്ചെ ടീയുടെ പുതിയ ഷോപ്പ് ഉദ്ഘാടനമാണ്. നമ്മളെ രതിജ ചേച്ചി നേരിട്ട് പോയി ബോച്ചയെ കണ്ട്, അതേപോലെ തന്നെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവർ നേരിട്ട് പോയി ബോച്ചയെ കണ്ടുകൊണ്ട് ഇവരുടെ അവസ്ഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മൂപ്പരെ ചേച്ചിയെ സഹായിക്കുകയും ആ രണ്ട് ചേച്ചിമാർക്കും ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉദ്ഘാടനം നടക്കുകയാണ്. ബോച്ചെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ രതിജ ചേച്ചിയായിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ ലക്കി ഡ്രോയിൽ പങ്കെടുക്കാറുണ്ട്. ചില ടൈമുകളിലെല്ലാം ചെറിയ ചെറിയ പ്രൈസ് അടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ എന്ന ഫേസ്ബുക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എവിടെയാണ്, ഏത് സ്ഥലങ്ങളിലാണ് ഇപ്പം ഇന്ന് രാത്രി 10 ലക്ഷം അടിച്ചിരിക്കുന്നത് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് നോക്കി. അപ്പോൾ നോക്കിയ സമയത്ത് പെട്ടെന്ന് ഞാൻ കണ്ടു നമ്മളെ രജിത ചേച്ചീനെ ഷോപ്പ് ഉദ്ഘാടനത്തിനായി വരുന്നു. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് കൂളി കഴിഞ്ഞ് നേരെ ഈ വലക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, തൃശ്ശൂരിലെ വലക്കാവ് ജംഗ്ഷനിലേക്ക് ഞാൻ യാത്ര തുടങ്ങി. ഇതാണ് വലക്കാവ് ജംഗ്ഷൻ. നോക്കിയാൽ കാണുന്ന ദൂരത്താണ് പഴയ ATM ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ പറയുന്ന ബോച്ചെ ടീയുടെ ഷോപ്പ്. ചേച്ചി, നിങ്ങൾ ബോച്ചെ നേരിട്ട് കണ്ടായിരുന്നില്ലേ? കണ്ടു. അപ്പോൾ എന്താ പറഞ്ഞു? ബോച്ചെടുത്ത് ഞങ്ങൾ ഞങ്ങൾക്കൊരു ജീവിതമാർഗ്ഗമായിരുന്നു ചോദിച്ച്, ആളത് ഞങ്ങൾക്ക് തന്നു. അതല്ലേ? എന്തായിരുന്നു ഒരുപാട് കഷ്ടപ്പാടും കുറെ മൈക്രോ ഫിനാൻസും അടവുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ജോലി എടുത്താൽ തീർക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആളായിട്ട് കണ്ട് സംസാരിച്ച് സഹായം ചോദിച്ചു. വീഡിയോയില് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ആ ചേച്ചി വന്നിട്ടില്ല. ആ ചേച്ചി എത്തണുള്ളൂ. എത്തിയിട്ടില്ല. കേട്ടില്ല. ആ ചേച്ചി എത്തിയിട്ടില്ല, എത്തണുള്ളൂ. അതല്ലേ? ഹസ്ബൻഡ് എന്താ ജോലി? എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവർ. ഇപ്പം ആള് കാലൊടിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം കിണർ പണിക്ക് 2 മാസമായിട്ട് കിണർ പണിക്ക് പോകണം. അതല്ലേ? കാലിനെന്ത് പറ്റിയായിരുന്നു? എങ്ങനെ? കാല് തടിയുടെ പണിക്ക് പോയിട്ട് കാലില് മരം വീണിട്ട് എല്ലൊടിഞ്ഞതാ. അങ്ങനെ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ കുറച്ച് ബാധ്യത കൂടി. പിന്നെ നമുക്ക് പഞ്ചായത്തിന് ഒരു 4 സെന്റ് സ്ഥലം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ കുറച്ച് നാൾ പോയി. അപ്പോൾ അതിൽ മണ്ണെടുക്കാനൊക്കെ നോക്കി ശ്രമിച്ചപ്പോൾ പാറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ കാശ് അങ്ങനെ ചിലവായി. അപ്പോൾ എല്ലാം കൂടി അപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത വന്നു. അപ്പോൾ എല്ലാത്തിനേക്കാളും ഉപരി നമുക്ക് ജീവിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ ആളിനായിട്ട് സംസാരിച്ചു, കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പറഞ്ഞത് എന്താ പറയുക, ബാധ്യത മൂലം കിഡ്നി വിൽക്കാൻ വരെ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളങ്ങനെ ഒന്നും ചെയ്യണ്ട, ആളെ സഹായിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ ഒരു ബോച്ചെട്ടി പാർട്ട്ണറാക്കി. സന്തോഷം. അതെ അതെ. ബിസിനസ്സുകാരുടെ ഒപ്പം ചേർന്ന് നമുക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അഭിമാനമായിട്ട് ഞാൻ കാണുന്നു. അതെ അതെ. സത്യം പറഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ ഒരു തരികയാണ്. കാരണം സാറിന് ഒരു ഫാൻസ് കൂടെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് മൂപ്പരെ പോയിട്ട് കണ്ട് മൂപ്പര് സത്യം പറഞ്ഞാൽ എന്താ പറയാ, മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്. ആരും നമ്മുടെ ഒരു അവസ്ഥ പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ ആരും ആള് കൈവിടില്ല എന്ന് എനിക്ക് തോന്നി. അതെ അതെ അതെ. ആ ചേച്ചി ജോലി ചെയ്തായിരുന്നു മുമ്പ്? ചെയ്തായിരുന്നു. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചേച്ചി പ്രഷർ ഒരു പ്രത്യേകത കൊണ്ടുണ്ട്. എന്റെ നാട്ടുകാരി കൂടിയാണ് കേട്ടോ. ചേച്ചി പാലക്കാട് വട്ടേക്കാട്. ഇവിടത്തേക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് അല്ലേ? ഓക്കെ ചേച്ചി, നമുക്ക് എന്തായാലും ഇനി നമ്മളെ ബോച്ചെ സാറെന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ബോച്ചെ വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം അല്ലേ? ഓക്കെ. ടീ കാർഡിന്റെ സാറുമാർ വന്ന് ബോച്ചെ ടീയുടെ ടീ ബാഗ് കച്ചവടത്തിനായി അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനായി ഉള്ള ഒരുക്കാനത്തിൻ്റെ തിരക്കിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉൾപ്രദേശമാണ് ഈ വലക്കാവ്. ഇവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ നമ്മളെ നാട്ടിലും വന്നോ
ഈ പറയുന്ന ബോച്ചറ്റി എന്നുള്ള ഒരു പ്രതീക്ഷയിരിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടു അതാ വരുന്നു നമ്മളെ ബോച്ചയുടെ DJ-യുടെ വണ്ടി. എന്തായാലും വണ്ടി എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇത് ആംപ്ലിഫയറും മൈക്കും എല്ലാം സെറ്റ് ചെയ്യാനുള്ള തിരക്കിലാണ്. എന്തായാലും നമ്മളെ ബോച്ച ഇപ്പം തന്നെ എത്തും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ ഞാനും. Strong inclination towards giving back to the society, serving the poor. He spends a major portion of his profit and time to do charity and social service. ഞാൻ 12 മണിയും പറഞ്ഞു, കുറച്ച് ലേറ്റായി. അപകടം വൈകിപ്പോയി. വഴിയിലൊക്കെ ചിലവർ തടഞ്ഞു നിർത്തിയിട്ടാണ് വരുന്നത്. ഇത് വലപ്പാട്ടല്ലേ? വലക്കാവല്ലേ? ഓക്കെ, വലക്കാവ്. വലയല്ലേ? വലക്കാവിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങളൊക്കെ ഇവിടെ വലക്കാരുകളെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞായറാഴ്ചയായിട്ടും നിങ്ങളപ്പോൾ വന്നതിന് പ്രത്യേകം നന്ദി. ഇന്നിവിടെ രജിത അവിടെ കിഡ്നിയൊക്കെ കഴിയില്ലേ? ഇപ്പോൾ കൊടുത്തിട്ടില്ല. ഞാൻ രജിത എൻ്റെ അടുത്ത് വരുന്നത് കിഡ്നി പിന്നെ നിക്കില്ല നീതു നീതിയും രജിതയും കൂടെ ഏതോ ഏജന്റിന്റെ അടുത്ത് പോയിട്ട് കിഡ്നിയൊക്കെ കച്ചവടമാക്കി ഏകദേശം കൊടുക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ജീവിക്കാൻ മാർഗമില്ല, കിഡ്നി വിൽപ്പന. ഇപ്പൊ പത്രത്തിലൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ അവയവ കച്ചവടം. അപ്പൊ ഞാൻ പറഞ്ഞു കിഡ്നി കൊടുത്താൽ ഇപ്പൊ കിഡ്നി കൊടുക്കാം, വീണ്ടും കാശിന് ടൈറ്റ് വരുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കും? ഹൃദയം കിഡ്നി കൊടുക്കും, ലിവർ കൊടുക്കും, ഹൃദയം കൊടുക്കും, അവസാനം എന്ത് കൊടുക്കും? എല്ലാം കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് പകരം അതൊരു പരിഹാരമല്ല, നമുക്ക് കച്ചവടം ചെയ്ത് ജീവിക്കാം. നമ്മള് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഫ്രീ ആയിട്ട് ഒരു ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസിന് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ബിസിനസ് താല്പര്യം എടുത്തുകൊണ്ട് അത് നടപ്പിലാക്കുകയാണ്. കച്ചവടം ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങാൻ ഇവിടെ നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇനി ഇത് അറിഞ്ഞു പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിത് തുറന്നിടത്തൊക്കെ ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് വാങ്ങുന്നത്. കാരണം വേറെ ഒന്നല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. എന്താ കാരണം? ഇതിന്റെ ഉള്ളിലൊരു ബോംബിരിക്കുന്നുണ്ട്, ബോച്ചെ ചായപ്പൊടിയുടെ ഉള്ളിൽ. അറിയോ എന്താണ്? സമ്മാനം. അപ്പൊ സ്നേഹമുള്ളവരുടെ ഉണ്ട്, പ്രത്യേകം നന്ദി. അതാണ് ഏറ്റവും വലിയ വികാരം. എന്റെ പഞ്ചിലൈന് തന്നെ കോൺകർ ദ വേൾഡ് വിത്തിലാവും. പിന്നെ അതിന് പുറമെ ഒരു അട്രാക്ഷൻ വേണ്ടേ? മറ്റെവിടെ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ആ ടീ പാക്കറ്റിന്റെ മുകളിലൊരു കൂപ്പൺ ഉണ്ട്. അതിൽ ബമ്പർ പ്രൈസ് 25 കോടി, ദിവസേന 10 ലക്ഷം കൊടുക്കുന്നുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ അറിയാം, ദിവസേന കൊടുക്കുന്നുണ്ട്. 13,704 പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ക്യാഷ് പ്രൈസ് എടുക്കുന്നുണ്ട്. മാർക്കറ്റ് വിലയ്ക്ക് 40 രൂപയ്ക്ക് നല്ല സ്ട്രോങ് ചെയ്യാറുണ്ട്. സമ്മതിക്കോ സഹോദരിയുടെ കിഡ്നി വിൽക്കാൻ? നിൽക്കണോ? ഇവരൊക്കെ കച്ചവടം തരും, ഇവരൊക്കെ വാങ്ങിച്ചോളും. അപ്പൊ ഇനി കിഡ്നി വെക്കേണ്ടി വരില്ല. പക്ഷെ കച്ചവടമൊക്കെ തുറന്നു തരുന്നുണ്ട്. ഉത്തരവാദിത്തത്തിലെ കച്ചവടം സമയത്ത് തുറക്കണം, ഇവിടെ ഉണ്ടാവണം, കണക്ക് നോക്കണം, ആവശ്യത്തിന് സാധനം വാങ്ങിച്ചു വെക്കണം, നാട്ടുകാരോടൊക്കെ നന്നായി പെരുമാറണം, നല്ല രീതിയിൽ പഠിപ്പിക്കണ്ടല്ലോ. അപ്പൊ അതൊക്കെ നന്നായി ചെയ്താൽ ഫുൾ സപ്പോർട്ടായിരിക്കും. പിന്നെ എന്താ വിശേഷം? ഇവിടെ
ഓക്കെ അല്ലേ? പിന്നെ നന്ദി പറയാണ് എല്ലായിടത്തും. സൗദി ജയിലിൽ നിന്ന് അബ്ദുറഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് ചെറുതും വലുതുമായ സംഖ്യ ഇട്ട് തന്നു. ആ എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഒരുപാട് പേര് വെയിലത്ത് എൻ്റെ കൂടെ തെണ്ടാൻ വന്നിരുന്നു, പിച്ചുപാത്രം എടുത്തിട്ട് എൻ്റെ ഒപ്പം വന്നിരുന്നു ഒരു സഹോദരനെ രക്ഷിക്കാൻ വേണ്ടി. അത് ലോകത്തിന് മലയാളികൾ മാതൃക. ജാതി മതം പാർട്ടിയൊക്കെ വിട്ടിട്ട് അവിടെ ഒരാളെ ഇറക്കാൻ കൊടുക്കണ്ടെന്ന് മലയാളികൾ അവിടെ തീരുമാനിച്ചു. ആ വികാരം ഏറ്റെടുത്തുകൊണ്ട് അത് ചെയ്തു. ഇന്നിപ്പോൾ ലോകത്ത് പല രാജ്യത്തും ഇതിനെ കുറിച്ചിട്ട് വലിയ ന്യൂസാണ്. സായിപ്പ് വരെ വിളിച്ചിട്ട് അഭിനന്ദനം തന്നു. ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ 34 കോടി കൊടുത്ത് ഒരു സഹോദരനെ രക്ഷിക്കാൻ നാട്ടുകാർ ഒരുമിച്ച ഒരു സംഭവം ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിന് കാരണം നിങ്ങൾ മലയാളികളാണ്. അതിന് പ്രത്യേകം നന്ദി. പുലികളാണ് അല്ലേ? ഒരു പുലികളാണ്, അതൊക്കെ മേലെയാണ്. അപ്പൊ താങ്ക് യു, നന്ദി പറയുന്നു. അപ്പൊ ഇവിടെ ഉദ്ഘാടനം ചെയ്യട്ടെ? ഓക്കെ ആണോ? സമ്മതം അറിയിക്കേ? ഓക്കെ ആണോ? സപ്പോർട്ട്. അപ്പൊ ഞാൻ ഒന്ന് മുറിച്ചോട്ടെ. ചായ എങ്ങനെയുണ്ട്? സൂപ്പർ ചായ. ദിവസേന 10 ലക്ഷം. ഇന്ന് ചിലപ്പോ ഈ നിൽക്കുന്ന ആരെങ്കിലും ആവും 10 ലക്ഷം. ആർക്ക് വേണ്ടേ? 10 ലക്ഷം വേണ്ടേ? ആർക്കും വേണ്ടേ? ഇന്ന് ഇവിടുന്ന് ചായ വാങ്ങണ പാക്കറ്റിന്റെ ഉള്ളിൽ നിന്നാവാൻ ചിലപ്പോ 10 ലക്ഷം അടിക്കുക. ഇനി അതല്ല 25,000, 10,000, 5,000, 13,000 ചിലർക്കാണ് ഡെയിലി. അപ്പൊ ഇന്ന് മിക്കവാറും ഇവിടെ കുറെ പേർക്ക് അടിക്കും. ഓക്കെ, എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പാർട്ണർ കച്ചവടം ഇവിടെ നടത്തുന്നതായിരിക്കും. ഫസ്റ്റ് സെയിൽ ആരാണ്? ഫസ്റ്റ് സെയില് 3 പാക്കറ്റ്. ഇതാ 3 എണ്ണം. സെക്കൻഡ് സെയില് 5 എണ്ണം. 5 എത്ര? 200 രൂപ. 100ആണ്. 2 എണ്ണം. ബാക്കി 20. 2 എണ്ണം ആർക്കാം? 3 ഒരെണ്ണം 10 രൂപ ബാക്കി. തേർഡ് പ്രൈസ് ഞാൻ വാങ്ങിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. അവിടെ നിന്ന് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റും. അപ്പൊ 3ാമത്തെ പ്രൈസ് ഞാൻ വാങ്ങിയിരിക്കുകയാണ്. ഭാഗ്യ ടിക്കറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് വരും കേട്ടോ. നമുക്ക് രാത്രി 10:00 നടക്കുമ്പോൾ സമ്മാനം അടിക്കുന്നോ നോക്കാൻ നിങ്ങൾക്ക് മെസ്സേജും വരും കേട്ടോ. ടിക്കറ്റ് വരും ഫോണിലേക്ക്. ഓക്കെ, അപ്പൊ ബൈ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. പങ്കെടുക്കുമ്പോൾ ഫുട്ബോൾ വാങ്ങാൻ തിരുവനന്തപുരം ഉണ്ടാക്കരുത്. സന്തോഷമായില്ലേ? ഓക്കെ, വെള്ളം ഫോട്ടോ എടുത്തിരുന്നോ? ഇങ്ങോട്ട് കിടന്നിട്ട് ചേട്ടാ ഒരു മിനിറ്റ് മാറി. ലേഡീസിന് സാറേ ഒരു ഫോട്ടോ ഇത് ഇവരെ കൂടി അതിലെടുത്തിട്ടുണ്ട്. ഓക്കെ സാർ. പേരെന്താ? പേര് വിപിൻ. അപ്പൊ ചായപ്പൊടി വാങ്ങി നിൽക്കാണ്. ടിക്കറ്റ്. അപ്പൊ ഇന്നത്തെ വിന്ന് നിങ്ങൾക്കായിരിക്കോ?
പറയാൻ പറ്റില്ല. ബാക്കി ഉണ്ടെങ്കിൽ വിൻ ചെയ്യും. അതല്ലേ. അപ്പോൾ നമ്മളെ മോചൻ സാറെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക, ഫുട്ബോൾ മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു പറഞ്ഞു അല്ലേ? പൈസ കൊടുക്കണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ആൾക്കാരെ ജനം ചിക്കായപ്പോൾ പൈസ എറിഞ്ഞു. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പരെ കൈ പിടിച്ച് വാങ്ങാൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഈ വലക്കാവ് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡ്. ഇതിന് തൊട്ടടുത്ത ഷോപ്പ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.